ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അവിടുന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അകലത്തിൽ പാണാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു ഹൗസിങ് ഏരിയയിൽ ഒരു 35 സെൻറ്റ് സ്ഥലം ഹൗസ് പ്ലോട്ട് ഇതാക്കണം. ഈ കാണുന്ന സ്ഥലം വീടൊക്കെ വെച്ച് താമസിക്കാനും പ്ലോട്ടുകളാക്കി തിരിക്കാനൊക്കെ പറ്റിയ കീട്ടിലെ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ സ്ഥലം കാണിച്ചു കൊടുക്കല്ലേ? ആയിക്കോട്ടെ. അപ്പൊ വഴി സൗകര്യം എന്ന് പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്. അതെ, അപ്പൊ ആദ്യം നമുക്ക് വരാനുള്ള വഴി സൗകര്യം കാണിച്ചു തരാം. ഈ റോഡ് വരുന്ന നമുക്ക് നമ്മളെ NH 66 അവിടെ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. അവിടുന്ന് ഏകദേശം നടക്കാനുള്ള ദൂരം മാത്രമേ. സ്ഥലത്തിന്റെ പേര് പാണാമ്പ്ര എന്നാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ പേര്. നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് പാണാമ്പ്ര LP സ്കൂളാണ് നമ്മളെ ഈ കാണുന്നത് കേട്ടോ. നമ്മളെ ഇതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ടാണ്. അതെ, ഇങ്ങനത്തെ ലാൻഡ് മാർക്കാണിത്. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കോഹിനൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തുനിന്ന് നടക്കാനുള്ള ദൂരത്തിന് ഈ റോഡ് അങ്ങോട്ട് പോണതാണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അങ്ങോട്ട്. അപ്പോൾ അവിടുന്ന് വരുന്ന റോഡാണിട്ടത്. പിന്നെ ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളെല്ലാം നല്ലൊരു ശാന്തമായ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് NH 66 ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, പിന്നെ വാഹനങ്ങളെല്ലാം വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കോൺക്രീറ്റ് റോഡാണ്. പിന്നെ നമുക്ക് ഇനി സ്ഥലം കാണിച്ചു കൊടുക്കല്ലേ? സ്ഥലം കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ സ്ഥലത്തിൻ്റെ ആദ്യം നമുക്ക് ഫ്രണ്ട് അതിര് കാണിച്ചു കൊടുക്കാം, എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് പോകട്ടോ. ഇവിടെ നിന്നാണ് സ്ഥലത്തിൻ്റെ അതിര് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊത്തം 35 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഇതാണ് ആ തല പോസ്റ്റ് വരെ ഉണ്ട് അല്ലേ? ആ ഒരു വളവ് കാണുന്ന അവിടം വരെ ഉണ്ട്, ആ പോസ്റ്റിൻ്റെ അവിടം വരെ. കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്, അതുപോലെ ആ സൈഡിലുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്ത് നമുക്ക് പുതിയ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. ഇനിയിപ്പോൾ പ്ലോട്ടുകളാക്കി തിരിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലോട്ടുകളാക്കി തിരിക്കുക, എന്താ പറയുക, അതിനനുസരിച്ച് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കാനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഇവിടം വരെയാണ് എൻ്റെ ഫ്രണ്ടേജ് അതിര് എൻഡ് വരുന്നത്. ഫുള്ള് മതിലെല്ലാം ഇതുപോലെ കെട്ടി അതിലെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കുന്നതാണ്. നടക്കാനുള്ള ദൂരത്തിലാണ് ആ കാണുന്നത് തന്നെയാണ് നമുക്ക് NH 66. അതെ, അപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുനിന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അല്ലേ? അതുപോലെ നമുക്ക് എയർപോർട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരം ഉണ്ട്. പിന്നെ മലപ്പുറം ടൗണിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 30 കിലോമീറ്റർ ആണുള്ളത്. പിന്നെ നമ്മളെ കോഴിക്കോട് റെയിൽവേൻ്റെ അങ്ങോട്ട് നമുക്ക് ഏകദേശം ഒരു 25 കിലോമീറ്റർ ആണുള്ളത് കേട്ടോ. ഇനി നമുക്ക് സ്ഥലം കാണിച്ചു തരാം. സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ നല്ല ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. ആര് വന്ന് കണ്ടു കഴിഞ്ഞാലും ഇഷ്ടപ്പെടും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളി, പെട്ടെന്ന് നോയിക്കോളി. നല്ല റോഡ് ലെവലിൽ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. 2-3 പ്ലോട്ടുകളൊക്കെ ആക്കി തിരിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, വീടൊക്കെ വെച്ച് താമസിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാക്കണം നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇപ്പം നോക്കി അങ്ങേ തല വരെ മൊത്തം കാണാം. അങ്ങോട്ടൊക്കെ ആണെങ്കിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. പിന്നെ ഈ കാണുന്ന സ്കൂളാണ് LP സ്കൂള്. വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വീടൊക്കെ വെച്ച് താമസിക്കാൻ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞേക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ബെല്ലടിക്കുമ്പോൾ അങ്ങോട്ട് ഓടിപ്പോയാൽ മതി കേട്ടോ. കുട്ടികൾക്ക് അത്രയ്ക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇപ്പോൾ നിലവിൽ ഇതാക്കണേ കുറച്ച് തെങ്ങുകളുണ്ട് നമ്മളീ ഒരു പ്ലോട്ടിനകത്ത് കേട്ടോ. അത്യാവശ്യം കായ്ക്കുന്ന തെങ്ങുകളെല്ലാം ഉണ്ട്. മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. സ്ഥലം വന്ന് കണ്ടഞ്ഞ് എടുക്കാതെ നിങ്ങൾ പോകില്ല, അജാതി മുതൽ സ്ഥലമാണ്. ഇപ്പം നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരാനുണ്ടെങ്കിൽ ഇതാക്കണേ ബാക്ക് സൈഡ് ആണെങ്കിലും അതിലെല്ലാം ഇവിടെ ഫുള്ള് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗമാണെങ്കിലും ചുറ്റുഭാഗവും അതിലെല്ലാം കെട്ടി അതിൽ ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കുന്നതാണ്. ഒന്നും അങ്ങോട്ടോ മാറാനില്ല. ബാക്ക് സൈഡും കൂടി ഒന്ന് പോയി നോക്കാം അല്ലേ? ആ, നമുക്ക് അങ്ങോട്ടൊന്നും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾ തമ്മിലൊക്കെ അടുത്തടുത്ത് 2-3 വീടൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റണുണ്ടോ. ആ കാണുന്നതാണ് NH 66. ഇതാണ് നടക്കാനുള്ള ദൂരം. നോക്കിയാൽ കാണുന്നോർത്തല്ലേ? അപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡിലപ്പോൾ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വേറെ എന്തോ ഒരു സംഭവം, ഒരു ഗോഡൗണൊക്കെയാണ് അവിടെ കാണുന്നത്. നമുക്ക് സ്ഥലത്തേക്ക് പോയിട്ട് നമ്മളെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അത്യാവശ്യം അരച്ചു കൂട്ടാൻ തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. തെങ്ങൊക്കെ അത്യാവശ്യം ഇഷ്ടംപോലെ തെങ്ങുകളെല്ലാം ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ ഒന്നും മറക്കണ്ട, നമ്മളെ കോഹിനൂർ പാണാമ്പ്ര LP സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. അപ്പോൾ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അല്ലേ? കാരണം എന്ന് വെച്ചാൽ മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ
ഈ ഒരു പ്ലോട്ട് മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് കൊടുക്കും, അതല്ലെങ്കിൽ ചെറിയ 10 സെൻറ്റോ 20 സെൻറ്റോ ഒക്കെ ആയിട്ട് പ്ലോട്ടുകളായിട്ട് കൊടുക്കാൻ ഇതിൻ്റെ ഓണർ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് അവരോട് നേരിട്ട് തന്നെ സംസാരിക്കാം അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2-3 ആൾ കൂടിങ്ങാണ്ട് അങ്ങനെ അടുത്തടുത്ത് വീടുകളൊക്കെ വെക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്നിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ബിൽഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും അനുയോജ്യമാണ്. കാരണം ചില വീടൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് കച്ചവടമായി പോവുകയും ചെയ്യും അല്ലേ. സെയിലായിട്ട് അങ്ങോട്ട് കണ്ടില്ല നിങ്ങൾ വലിയ വലിയ വീടുകളാണ് കേട്ടോ. ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ട് ആ ഒരു ഏരിയയിൽ അങ്ങോട്ട് ഫുള്ള് വീടുകളാണ് അല്ലേ. അതെ, ഇഷ്ടംപോലെ വീടുകളുള്ള നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓണറുടെ നമ്പർ നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെല്ലാം നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഇതേപോലെ പരസ്യമൊക്കെ ചെയ്ത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ അറിയാൻ താഴെ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഇതേപോലെ ഈ ഒരു ഏരിയയിലൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.